ഒരു പുതിയ നവീകരിച്ച പുതിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ്. ഇതിൻ്റെ അകത്ത് പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. ചേട്ടാ. ഹായ് നിന്തേട്ടാ. നിങ്ങളെ പുതിയ ഷോപ്പ്, അതിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽസ് പരിചയപ്പെടാൻ വന്നു. അതെ അതെ. ഓഹോ, നല്ലൊരു അടിപൊളി ഗാലറി ആക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇതിപ്പോൾ ഇതേതാ ബ്രാൻഡ്? ഓ ഓക്കെ. ഓ അപ്പോൾ ഇത് മെറ്റീരിയൽ മൊത്തം വന്നിട്ട് സെറാമിക് ആയിരിക്കും അല്ലേ? വാവ്, നല്ല എന്ത് ഫിനിഷാണ്. ഓക്കെ, ഇതാ ടി സി അല്ലേ ബ്രാൻഡ്? വൈറ്റ് ക്ലേ. അതല്ലേ, നമ്മുടെ ടൈൽസ് പോലെ ഉണ്ട് കാണുമ്പോൾ. ഇതിനകത്ത് ലൈൻസ് ഉണ്ട്. ഫുൾ ഫ്ലാറ്റിൽ വരുമ്പോൾ കുറച്ച് ലൈൻ വരും. പിയാനോ തന്നെ 2-3 കളേഴ്സ് ഉണ്ട്. ഇത് ഫോട്ടോ സീരീസ്, ഇത് പുതിയ മോഡലാണ്. ഇത് നല്ല പ്രോഡക്റ്റ് ആണ്. ഇതെന്താ ഗ്ലാസ് പോലെയുള്ള? ഇത് ഒരു ഗ്ലാസ് ഡ്രസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് വെളിച്ചത്തിന്റെ വിഷയം വരും. അതെ, കസ്റ്റമർ നല്ല ഇതായി പോയിട്ട് നമുക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് കൊടുക്കുന്നത്. ഇടക്കിടക്ക് വെച്ച് കൊടുക്കും ഗ്ലാസ് കൊടുക്കും. ഇതിൻ്റെ അകത്ത് സൂട്ടാവും, ഈ ഓടിൻ്റെ അതേ പ്രൊഫൈലായതുകൊണ്ട് സൂട്ടാവും അല്ലേ? അത് ശരി. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? ഈ മുകളിൽ വെച്ചതൊക്കെ പ്രീമിയം ക്വാളിറ്റി അല്ലേ? ഓ ടോട്ടല് ഫാബ്രിക്കേഷൻ ആണ്. അതല്ലേ. അപ്പോൾ ഇവിടെ കേരളത്തിൽ അങ്ങോളം വർക്ക് എടുത്തിട്ടുണ്ട്. തലശ്ശേരി, കണ്ണൂര്, കൊടക്, വിരാജ്പേട്ട, മണ്ണാർക്കാട് ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ ശരി, എല്ലാ ഏരിയയും കവറായിട്ടുള്ള പരിപാടി അല്ലേ? അപ്പോൾ ഇത് എത്ര വർഷം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് ഈ സംഭവം തുടങ്ങിയിട്ട്? ഈ ഒരു ഓടിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓ ഓ ഈ കാണുന്നതെല്ലാം ഇതിൽ സെറാമിക് ആണോ അല്ലെങ്കിൽ ക്ലേ ആണോ? സാധാരണ ഇത് വരുന്നത് ക്ലേ ആണ്. ഇത് വരുന്നത് സീലിംഗ് ടൈലാണ്. സീലിംഗ് ടൈൽ. സീലിംഗ് ടൈലിൽ അതെ അല്ലേ? സ്റ്റാർ ക്ലേസിന്റെ മണ്ടക്കാരൻ ഗ്രൂപ്പ്, ഇത് തൃശ്ശൂരാണ്. ഇത് കമ്പനി നല്ല മൂവിംഗ് ആണ്. അതല്ലേ. ഇതപ്പോൾ റൂഫ് ചെയ്തതിന് ശേഷം അടിയിൽ സീലിംഗിന് പകരം നമ്മുടെ അടിയിൽ സീലിംഗ് പണ്ടത്തെ സീലിംഗ് ബോർഡ് ഉണ്ടല്ലോ. ഓ അപ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ സാധനം. ഓ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതെങ്ങനെ ഫിറ്റിങ്ങിന് അവിടെ ഗമ്മിട്ട് ഒട്ടിക്കോ അല്ലെങ്കിൽ? ചാനൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതെ അല്ലേ? നല്ല മൂവിംഗ് സാധനമാണ്. സാധാ സീലിംഗ് ബോർഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാ ടൈപ്പ് സീലിംഗ് ബോർഡ് അതിനെക്കാട്ടും ഇത് ഓ ശരി. ഏരിയ കൂടുതൽ കിട്ടും, 1 സ്ക്വയർ ഫീറ്റ് തന്നെ കിട്ടും അല്ലേ? ആ അങ്ങനെ അങ്ങനെ. ഓ അത് ശരി. എല്ലാവരും ഒരേ ഫിനിഷ് ആയിരിക്കും അല്ലേ? ആ അതെ അതെ. ഇതിനെ കൊണ്ട് വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ? ചൂട് കുറക്കാനോ അങ്ങനെ? ആ, ഇതിനുള്ളിൽ തെർമോക്കോളോ ഇൻസുലേഷൻ എന്ന് പറഞ്ഞ് വെക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ? ഡയറക്റ്റ് തന്നെ ഇത് തന്നെ മതി. ഓ അതെ അല്ലേ? ഓ ശരി. അതെ അല്ലേ, ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇപ്പോൾ ഈ കാണുന്ന ബാക്കിയുള്ള അക്സസറി സാധനങ്ങളിലോ അതെല്ലാം അതിൻ്റെ ഓ ഈ ഇതിൻ്റെ കളറാണ് ഇതല്ലേ? ബേസ് മെറ്റീരിയൽ വന്നിട്ട് അലൂമിനിയം തന്നെ. ഓക്കെ. അതിന് ഏകദേശം എത്ര പൈസ വരും മീറ്ററിന്? പെർ മീറ്റർ. ഓക്കെ. ഇത് മെറ്റീരിയൽ ഇത് എവിടെ നിന്ന് വരുന്നത്? ക്ലേ, സെറാമിക്, പ്രീമിയം ക്വാളിറ്റി ആയി കഴിഞ്ഞാൽ എല്ലാം ചൈന തന്നെ അല്ലേ? ഓ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സാധാരണക്കാർക്കുള്ള സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീമിയം ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള വേരിയേഷൻ എന്താ വരുന്നത്? ആ
ചോദിച്ചാൽ ഒന്ന് കാണിച്ചു തരാൻ പറ്റും വൈറ്റ് ക്ലേയും ഒരു കസ്റ്റമർക്ക് നേരിട്ട് കണ്ടറിയാലോ. ഇത് മിക്സ് വരുന്നതാണ്. ഇതേതാ കളറ്? അത് മിക്സിൽ മിക്സഡ് അല്ല? ആ മിക്സഡ് ഇങ്ങനെ ടോട്ടലായിട്ട് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അതിന്റെ കളർ ആ ഹാ 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 വരുമ്പോൾ അതിന്റെ ക്ലേ വൈറ്റ് ആയിരിക്കും. കുറച്ചും കൂടി പ്യൂരിറ്റി ഉണ്ടാവും അല്ലേ? കുറച്ചും കൂടി വൈറ്റ് ഉണ്ടാവും. ഓക്കെ. പിന്നെ അതിന്റെ പ്രീമിയം ക്വാളിറ്റിന്റെ ബേക്കിൽ ISO കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ ശരി. പ്രീമിയം ക്വാളിറ്റി ആകുമ്പോൾ അതിൽ തന്നെ ബ്രാൻഡ് വരുന്നല്ലേ? പ്രീമിയം ക്വാളിറ്റി ISO ബ്രാൻഡ് എല്ലാം ഓക്കെ. എല്ലാത്തിനും ISO ഉണ്ടാവും. പക്ഷേ ഇത് മറ്റേതാകുമ്പോൾ ക്ലേയല്ലേ വ്യത്യാസം അല്ലേ? വൈറ്റ് ക്ലേ റെഡ് ക്ലേ ഇതല്ല ഈ സൈഡിൽ നിൽക്കുന്ന ഇതല്ല ക്ലാസിക് മോഡൽ പറഞ്ഞ. പിന്നെ വരുന്നത് ഇത് റെവീച്ചാണ്. റെവീച്ച് ഇത് നമ്മുടെ കൂടുതൽ ആ അതൊന്ന് ബെസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. സാധാരണ എല്ലാവർക്കും ചെയ്യാറുണ്ട്. നമ്മൾ സാധാ സ്റ്റീലാണ് ഉപയോഗിക്കാറ്. ആ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെ ബ്രാൻഡ് വരുന്നുണ്ട്. കോസ്മോസിന്റെ ബ്രാൻഡ് തന്നെ. ഇതെന്നാ പിത്തളയാ അല്ലേ? പിച്ചള കോട്ടിംഗ് ആണ്. ഓ പിച്ചള കോട്ടിംഗ് ആണ്. ഇതാകുമ്പോൾ പിന്നെ വേറെ നമ്മളെ സാധാ ആണിക്കിന്റെ വിഷം എന്ന് പറഞ്ഞാൽ ആ ആണിക്കിന്റെ വിഷം കുറേ കാലം തുരുപിടിക്കാൻ ചാൻസ്. ആ അതെ അതെ അതിന്റെ നെക്ക് പൊട്ടിപ്പോയത്. ഇതിനാകുമ്പോൾ ആ ഒരു വിഷയം വരുന്നില്ല. ഇതാണ് സാധനം മെറ്റീരിയൽ. ഓ പ്ലേറ്റിംഗ് കയറ്റി വരുന്നല്ലേ? കോപ്പർ പ്ലേറ്റിംഗ്. നമ്മളത് പക്ക സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഓ പക്ഷേ റേറ്റ് കൂടുതലാണ്. അതല്ലേ? 600 വരുന്നുണ്ട്. 600 രൂപ വരുന്നുണ്ട്. അത് ശരി. ഓ ഇതാകുമ്പോൾ നമുക്കൊരു 300-350 രൂപയ്ക്ക് ഇതൊക്കെ കൊടുക്കാം. അതല്ലേ? നല്ല ക്വാളിറ്റി സാധനം. 300 രൂപയാണ് എത്ര പെർ പീസ്? 250-290 പർച്ചേസ്. ഓക്കെ. നമ്മളിപ്പോൾ ഇവിടത്തേക്ക് അവിടെ ഇവിടത്തേക്ക് റൂം മാറി നമ്മുടെ ഓഫീസ് മാറിയതാണ്. ആ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ആയിട്ടില്ല. ഞാൻ അറിഞ്ഞു, അങ്ങനെ അറിഞ്ഞിട്ട് വന്നതാ ഇവിടെ. അതെ നിങ്ങൾ ഇന്ന് ഉദ്ഘാടനത്തിന്. ഒരാഴ്ച കൊണ്ട് നമ്മൾ പിന്നെ ഉദ്ഘാടനം ആയിട്ട് എല്ലാവരും വിളിച്ചിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അപ്പോൾ ഓൾറെഡി അപ്പുറത്തെ ഷോപ്പ് ഉണ്ടായിരുന്നു. അതല്ലേ? അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ആ അന്ന് ഞാൻ ഇങ്ങനെ പേപ്പറിലെല്ലാം കണ്ടു, അങ്ങനെ വന്നത് അങ്ങോട്ട്. 13-14 കൊല്ലത്തോളം നമ്മൾ മാറിയിട്ടുണ്ട്. ഈ ഫീൽഡിന് ഉറച്ചു നിൽക്കുന്ന ആൾക്കാരല്ലേ? കോസ്മോസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. അത് ശരി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിയൊരു മാറ്റം റൂം ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. ആ വർക്ക് അപ്പോൾ ഇതിന്റെ സ്റ്റോറേജും കാര്യങ്ങളിലും കളക്ഷൻ ഗോഡൗൺ ഉണ്ട്. അത് ശരി. ആ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സ്റ്റോക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഗോഡൗണിൽ വരുന്നത് കൂടി എല്ലാ മെറ്റീരിയലും അവിടെ സ്റ്റോക്ക്. ഓക്കെ ചേട്ടാ. നമ്മുടെ ആർട്ട് ലൈഫിന്റെ എല്ലാ കസ്റ്റമർക്കും എല്ലാ വ്യൂവേഴ്സിനും നന്ദി. ഇന്നൊരു പുതിയ സ്ഥാനമായി പരിചയപ്പെട്ടതിൽ വളരെ വളരെ കൃതജ്ഞനാണ് ഞാൻ. ഇവിടെയുള്ള ഓഫീസും ഇവിടെ രാജശാട്ടിനും കോസ്മോസിനും ബന്ധപ്പെട്ട എല്ലാ തൊഴിലാളികൾക്കും ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതും പുറമെയുള്ളവർക്കും ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി കാണാം.